طلابي السلام عليكم ورحمة الله وبركاته فمرحبا بكم من جديد മക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഫിൽ ഫസ്ലിൽ മാദി ഫഹിംന ഇസ്തിഖ്ബാൽ അബ്ദുള്ള അസ്സാലിം അൻ ആദിൽ ഇസ്തഖ്ബല അബ്ദുള്ള അസ്സാലിം ഫി കശ്മീർ ഫിൽ ഫുന്ദുഖ് അല്ലേ, കശ്മീരിലെ ഹോട്ടലിൽ സ്വീകരിച്ചു. അങ്ങനെ അവർ കശ്മീരിലേക്ക് പോകുന്ന സന്ദർഭമാണ് ഇനി നമ്മൾ പഠിക്കുന്നതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ചെയ്തു. فهناك الدرس اليوم جنة على الأرض. جنة على الأرض. ما هو جنة على الأرض؟ ما هو الجنة؟ جنة സ്വർഗം لا على الأرض. أين الجنة؟ സ്വർഗം എവിടെയാണ്? لا نعرف ولكن هناك جنة على الأرض. أين هو؟ هو في كشمير. അതെവിടെയാണ്? കശ്മീരിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വീഡിയോ കാണാം, നമുക്ക് ജസ്റ്റ് കേട്ടോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം, ശ്രദ്ധിക്കാം. പാടങ്ങളും അതിനൊക്കെ അതിരിടുന്ന മഞ്ഞുമലകളൊക്കെയുള്ള കാശ്മീർ. ഈ മഞ്ഞുമലകളെ അടുത്ത് കാണാൻ കേബിൾ കാറിൽ കംപ്ലീറ്റ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് കയറി പിറ്റേന്ന് ആരുവാലിയും ബേത്താവാലിയും ഒക്കെ കണ്ട് കുതിരപ്പുറത്ത് കയറി മിനി സ്വിറ്റ്സർലൻഡ് വരെ പോകുന്നതാണ് ഈ എപ്പിസോഡിൽ. അപ്പോൾ യാത്ര തുടങ്ങാം. കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് ആണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രാവലിംഗ്. ശ്രീനഗറിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളം പച്ച കളറിൽ നമ്മൾ കാശ്മീരിൻ്റെ ഭംഗിയൊക്കെ കണ്ടു തുടങ്ങും. ശ്രീനഗർ എയർപോർട്ടും ചുറ്റുവട്ടവും ഒക്കെ മിലിറ്ററിയുടെ അണ്ടറിലായതുകൊണ്ട് ആ വിഷ്വൽസ് ഒന്നും എടുക്കാതെ നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഗുൽമർഗിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാനാണ് കേട്ടോ. ഇത് കാശ്മീരിലേക്കുള്ളൊരു യാത്ര പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൽ ഗുൽമർഗ് കാണാം. ഗുൽമർഗ് നോക്കാം. ആയിക്കോ. മനോഹരമായ കാഴ്ച. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ നമ്മൾ ഗുൽമർഗ് ഗൊണ്ടോളയുടെ ടോപ്പായിട്ടുള്ള അഫർവഡ് പീക്കിലേക്ക് പോവാണ്. അതിന്റെ മുകളിൽ നിന്ന പാക് അധിനിവേശ കശ്മീർ കാണാം എന്നാണ് പറയുന്നത്. 2 സ്റ്റേജ് ആയിട്ടുള്ള ഈ ഗൊണ്ടോള റൈഡിൽ ഫസ്റ്റ് സ്റ്റേജ് വരെ പോയാൽ മതിയെങ്കിൽ 1000 രൂപയും സെക്കൻഡ് സ്റ്റേജ് വരെ ആണെങ്കിൽ ഒരാൾക്ക് 2070 രൂപയാണ് ഫീ. എപ്പം ട്രേഡ് ചെയ്യാതിരിക്കാം എന്നുള്ളത് കൂടെ നന്ദൻവാലി, പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ബൈസറൻ വാലി. ഇത് AD 400 നിർമ്മിച്ച മാമലേശ്വർ ടെമ്പിൾ ആണ്. ഹിന്ദു വിശ്വാസ പ്രകാരം ഗണപതിയുടെ തല മുറിച്ച് ആനത്തല വെച്ചത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഈ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ 3 വാലികൾ ഉള്ളത്. ഇതിൽ കുറച്ച് ദൂരെയുള്ള വാലി ആരുവാലിയാണ്. സോ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ആരുവാലി എന്ന സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ട് പിന്നെ റൂമിൽ പോയിട്ട് പിന്നെ ആരുവാലി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാം. മുകളിലാണ് ടർസർ എന്ന ലേക്ക് ഉള്ളത്. അതല്ലാതെ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലുള്ള മലയിലും ഒക്കെ തടാകങ്ങളുണ്ട് അത്രേ. അങ്ങോട്ടൊക്കെ ട്രക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്നാൽ ഇവിടുന്ന് ഗൈഡിനെ കിട്ടും. ശരിക്കും ഈ ഹിമാലയ മലകളൊക്കെ ഒരു അതിശയം തന്നെയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഹിമത്തിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ് ഈ ഹിമാലയം. ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ യൂണിയൻ ടാക്സി വിളിക്കണം. അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗ് എത്തിയാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങണമെങ്കിൽ അവിടെ നിന്നുള്ള ലോക്കൽ ടാക്സി എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ വന്ന ടാക്സിക്ക് ലോക്കൽ സൈറ്റ് സീയിങ്ങിനുള്ള പെർമിഷൻ ഇല്ല. പെഹൽഗാമിലേക്ക് വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ പാക്കേജിൽ ലോക്കൽ ടാക്സി ചാർജും കൂടി ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നോക്കണം. അല്ലേ, വളരെ മനോഹരമായ കാഴ്ചകൾ അല്ലേ. കണ്ട ശരിക്ക് നമ്മളെ സ്വർഗം പോലെ തോന്നുന്ന കാഴ്ചകളാണ് അല്ലേ. അപ്പം അതുപോലെ ആ കാശ്മീരിലേക്ക് അന്ന അബ്ദുള്ള സാലിം കത് ദഹബ മഅയിലത്തിഹി കുടുംബത്തോടൊപ്പം പോയി. അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇസ്തഖ്ബലഹും മുവല്ലഫു ഖിസ്മു സിയാഹ. അവിടെ ബി കശ്മീർ ബി തൗഫീർ നഷ്റത്തിൻ സിയാഹിയ ഹയ്യ നഖറഉ നഷ്റ. എന്താണ് പറയുന്നത് നോക്കൂ. ഇസ്തഖ്ബലഹും റിസീവ്ഡ്, they were received, അല്ലെങ്കിൽ മുവല്ലഫു ഖിസ്മു സിയാഹ ടൂറിസ്റ്റ് ഉദ്യോഗസ്ഥൻ അവരെ സ്വീകരിച്ചു. ടൂറിസ്റ്റ് ഓഫീസർ
received them. ഫി ഐൻ ബി കശ്മീർ, ഫി കശ്മീർ, ഇൻ കശ്മീർ, കശ്മീരിൽ സ്വീകരിച്ചു. എങ്ങനെ? ബി തൗഫീർ, നൽകി. പ്രൊവൈഡിങ് നഷ്റത്തൻ സിയാഹിയ, അതാ ടൂറിസ്റ്റ് നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് നൽകി. ഹയ്യ നഖ്റ അൻ നഷ്റ, ആ നോട്ടീസ് നമുക്കൊന്ന് വായിക്കാം. ഹുനാക ബഅദു അൽ അമാകിൻ സിയാഹിയ ഫി കശ്മീർ. ഏതൊക്കെ നമുക്ക് നോക്കാം. കശ്മീർ ഹിയ ജന്നത്തുൻ അലൽ അർദ് തഖഉ വസ്ത ജിബാലി ഹിമാലയ ഫി അഖ്സ ശമാലിൽ ഹിന്ദ്. اشتهرت بجمالها الطبيعي ووديانها الهادئة وجبالها المغطاة بالثلوج وبحيراتها الصافية. ശ്രീനഗർ المعروفة بمدينة البحيرات من أجمل الوجهات السياحية في كشمير. അല്ലേ, എന്താ പറയുന്നത്? കശ്മീർ ഹിയ ജന്നത്തുൻ അലൽ അർദ്, കശ്മീർ ഭൂമിയിലെ ഒരു സ്വർഗമാണ്. തഖഉ, അത് സ്ഥിതി ചെയ്യുന്നു വസത ജിബാലി ഹിമാലയ, ഹിമാലയ പർവ്വതനിരകളുടെ മധ്യഭാഗത്ത്. ഫി ഐൻ ഫി അഖ്സ ഷിമാലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ഏറ്റവും അങ്ങേ, അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, ഷമാലിൽ ഹിന്ദ് ഇന്ത്യയുടെ വടക്കേ അങ്ങേയറ്റത്താണ് എന്ത് ചെയ്യുന്നത്? കശ്മീർ. ഇഷ്തഹറത് ബി ജമാലിഹ, ഇഷ്തഹറത് ബി ജമാലിഹ, ഇറ്റ്സ് ഫേമസ്, അത് ഫേമസ് ആണ്. ബി ജമാലിഹ, അതിൻ്റെ ഭംഗി കൊണ്ട്. അത്തബീഇ, നാച്ചുറൽ ഭംഗി കൊണ്ട്. പിന്നെ അതുപോലെ ഉദിയാനിഹ, വാദിൻ ജമ്മ ഉദിയാൻ, അതാ ജിബാല് തന്നെ കേട്ടോ, താഴ്വര. അൽ ഹാദി, പീസ്ഫുൾ എന്നാണ് താഴ്വരകൾ. വ ജിബാലിഹ, അതിൻ്റെ മലനിരകൾ. ജബലുൻ ജമ്മ ജിബാൽ. കൈഫ കാനൽ ജിബാൽ അൽ മുഗത്താത്ത്, മൂടിക്കിടക്കുകയാണ്. കവേർഡ് ബി സുലൂജ്, മഞ്ഞുകൊണ്ട്. വ ബുഹൈറാത്തിഹ, അതുപോലെ അതിലെ അരുവികളും. എന്താണ്? അസാഫിയ, തെളിഞ്ഞ തടാകങ്ങളും കൊണ്ട് എന്താണ് കശ്മീർ ഇഷ്തഹറത്ത്, ഇറ്റ്സ് ഫേമസ്. ശ്രീനഗർ ഹുവ മക്കാൻ, ഒരു സ്ഥലമാണ് അല്ലേ. അൽ മഅറൂഫ, അറിയപ്പെടുന്നു. അൽ മഅറൂഫത്തു ബി മദീനത്തിൽ മുഹൈറാത്ത്, തടാകങ്ങളുടെ എന്താണ് മദീന, മത സിറ്റി എന്നറിയപ്പെടുന്ന ശ്രീനഗർ. മിൻ അജ്മൽ അൽ വുജഹാത്ത്, വെരി ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. അസിയാഹിയ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫി കശ്മീർ, കശ്മീരിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. തളുമുഹാദിഹിൽ ആസിമ അസൈഫിയ ബുഹൈറത്ത ഡാൽ ലേക്ക്. തളുമുഹാദിഹിൽ ആസിമ, ഈ തലസ്ഥാനം. അസൈഫിയ, ഈ അൽ ആസിമ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ, സൈഫിയ സമ്മർ. ഈ തലസ്ഥാനം ഉൾക്കൊള്ളുന്നു ഏത്? ബുഹൈറത്തു ഡാൽ, ഡാൽ ലേക്ക്, ഡാൽ തടാകം. അതുപോലെ വൽ ഹദായിക്കുൽ മുഗളിയ, മുഗൾ ഗാർഡൻ. മിസൽ ഹദീഖത്തു ഷാലിമാർ, ഷാലിമാർ ഗാർഡൻ, ഷാലിമാർ ബാഗ്. അൽ മഅറൂഫത്തു ബി താജ് കശ്മീർ, കശ്മീരിൻ്റെ താജ്, കിരീടം എന്നറിയപ്പെടുന്ന ഷാലിമാർ ബാഗ്. അതുപോലെ ഹദീഖത്തു നഷാത്ത്, നിഷാത്ത് ബാഗ്, നിഷാത്ത് ഗാർഡൻ. അൽ മഅറൂഫ അന്നഹു തുഅറഫ്, ആ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബി അക്ബർ ഹദീഖത്തിൻ മുഗലിയ, ഏറ്റവും വലിയ മുഗൾ ഗാർഡനാണ്. വൽ അസ്വാഖുൽ ഖാസ, അതുപോലെ എന്തുണ്ട് അവിടെ? പ്രത്യേകം എന്താണ്? മാർക്കറ്റുകൾ. എന്തിൻ്റെ? ലിമൻതുജാത്തിൽ ഹെറഫിൽ യദവിയ, കരകൗശല എന്താണ് ഉൽപ്പന്നങ്ങൾ. അത്തഖ്ലീദിയ അൽ കാശ്മീരിയ, കാശ്മീരി പാരമ്പര്യമുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തമായ അസ്വാഖ്, അതും ഉൾക്കൊള്ളുന്നു. ഏത്? ഈ സമ്മർ ക്യാപിറ്റൽ. ഫഹിംതും അല്ലേ? സമ്മർ ക്യാപിറ്റൽ. ഇവിടെ നോക്കൂ മക്കളെ, ഓരോ സ്ഥലങ്ങൾ നോക്കൂ അല്ലേ. കശ്മീർ ഹിയ ജന്നത്തുൻ അലൽ അർദ്, അത് ഷമാൽ ഹിന്ദിലാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഉദ്യാനകൾ മനോഹരമാണെന്ന് പറഞ്ഞു. ഇത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ കുറേ കാഴ്ചകളുണ്ട്. ഷാലിമാർ ബാഗ് കണ്ടോ, അതുപോലെ നിഷാദ് ബാഗ്, പിന്നെ സൂക്ക് എല്ലാം. അതുപോലെ ഇനി എന്താണ്? വമിൻഹ, അതുപോലെ അവിടുത്തെ സിഖ് അൽ മനാത്തിക് സിയാഹിയിൽ പെട്ടതാണെന്ത്?
ഹദീഖത്ത് തുലിപ് ഗാർഡൻ ഹുവ തുലിപ്പ് പുഷ്പമില്ല അതിൻ്റെ. പിന്നെയോ തുലിപ് ഗാർഡൻ ഹി അക്ബറു ഹദീഖത്തിൻ ലിസംബഖ്, തുലിപ്പ് പുഷ്പത്തിൻ്റെ ഏറ്റവും വലിയ തോട്ടമാണ് ഫി ഖാറത്തി ആസിയ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ. അതുപോലെ ഗുൽമർഗ്, അതൊരു സ്ഥലമാണ്. അല്ലദീ സാറ മർക്കസു തസല്ലുജ്, മഞ്ഞുവീഴ്ചയുടെ കേന്ദ്രമാണ്. ജന്നതൻ, അതൊരു എന്താണ്, സ്വർഗമാണ്. ഉഷാക്കിൽ മുഗാമറാത്ത്, ഉഷാക്കിൽ മുഗാമറാത്ത് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു സ്വർഗം കൂടിയാണ്. യതമത്തഉ സായിഹൂൻ, യതമത്തഉ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നു. അസായിഹൂൻ ടൂറിസ്റ്റ്, ബിർഹലത്തി തെലിഫ്രിക് കേബിൾ കാർ, അതുപോലെ റുക്കൂബുൽ ഖൈൽ, അതുപോലെ കുതിരപ്പുറത്ത് കയറുക. അതുപോലെ സോൻമാർഗ് വേറൊരു സ്ഥലമാണ്. അല്ലത് യുഅദ്ദു ബൗവാബത്തു ലഡാക്ക് സ്ഥലത്തിൻ്റെ എന്താണ് ഗേറ്റ് എന്നറിയപ്പെടുന്ന സോൻമാർഗ്. അതും ബി തബീഅതിഹൽ ജമീല, അതിൻ്റെ എന്താണ് മനോഹരമായ പ്രകൃതി കൊണ്ടുകൊണ്ട് ബുഹൈറാത്തിഹ അന്നഖിയ, എന്താണ് അതുപോലെ അവിടുത്തെ തെളിഞ്ഞ തടാകങ്ങളും കൊണ്ടും എന്താണ് സാഹിഹ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ലശക്ക, നോ ഡൗട്ട്, അന്ന കശ്മീർ തുവഫിറു തജ്രിബത്തൻ മാത്തിഅ, അത് നമുക്ക് വളരെ എൻജോയബിളായ ഒരു എക്സ്പീരിയൻസ് നൽകും. ലികുല്ലി സാഹിൻ, എല്ലാ ടൂറിസ്റ്റുകൾക്കും. തമത്തഉ, അതുകൊണ്ട് എൻജോയ് ചെയ്യുക. ബിൽ മനാലിറൽ ഖല്ലാബ, മനോഹരമായ ഖല്ലാബ എന്ന് വെച്ചാൽ വളരെ ആകർഷിക്കുന്ന കാഴ്ചകൾ കൊണ്ട് നിങ്ങൾ ആസ്വദിക്കൂ. അപ്പോൾ ഇതെത്രയാണ് ഈ നെഷ്റയിൽ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് നമ്മുടെ നെഷ്റ ആർക്ക് കിട്ടിയത്? ലി അബ്ദുള്ള സാലിമിന് കിട്ടിയ നെഷ്റ. ഓക്കെ. وهناك بعض الأسئلة هيا نكتب مع بعض الأماكن السياحية بكشمير. കശ്മീരിലെ ടൂറിസ്റ്റ് പ്ലേസ് ഏതൊക്കെയാ? ബുഹൈറത്തു ദാൽ, ഗുൽമാർഗ്, പിന്നെ ഇവിടെ പറഞ്ഞല്ലോ അല്ലേ, ഏതൊക്കെയാണ്? ശ്രീനഗർ അല്ലേ, ശ്രീനഗർ പറയാം. പിന്നെ ഹദീഖത്തു ഷാലിമാർ, പിന്നെ ഹദീഖത്തു നഷാത്ത്, പിന്നെ ഹദീഖത്തു തുലിഫ്, പിന്നെ ഏതാണ് സോൻമാർഗ് അല്ലേ. അത്രയും കാഴ്ചകളും ഒക്കെ നമുക്ക് എവിടെ എഴുതണം? ഇവിടെ എഴുതണം, ഈ 6 എണ്ണത്തിൽ എഴുതണം കേട്ടോ. അടുത്ത് ഹയ്യ നതഅറഫ് ആസാറൻ ഹിന്ദിയ വ നക്തുബ് അസ്മാഅഹ. മഹദ ഹുനാക ബഅദു ആസാറിൻ ഹിന്ദിയ, കുറച്ച് ഇന്ത്യയിലെ സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് പറയും മക്കളെ? ഫഹദ മനാറത്തു കുത്തുബ്, ഫഹദ ഖൽഅത്തുൽ ഹംറ അല്ലേ, ചെങ്കോട്ട. നമ്മൾ അൽ ഖൽഅത്തുൽ ഹംറ എന്നാണ് പറയുക. മത അൽ ഖൽഅത്തുൽ ഹംറ. സുമ്മ മഹദ മസ്ജിദുൽ ജാമിഅ ബിഡൽഹി, ഡൽഹിയിലെ ഡൽഹി ജുമാ മസ്ജിദ്. സുമ മഹദ ലോട്ടസ് ടെമ്പിൾ അല്ലേ, ലോട്ടസ് ടെമ്പിൾ. ഹൈക്കലു ലോട്ടസ് ടെമ്പിൾ. സുമ ബവാബത്തുൽ ഹിന്ദ്, ഹദ ഇന്ത്യൻ ഗേറ്റ്. വ ഖസ്റു മൈസൂർ കൊട്ടാരം. ഹൽ ഷാഹത്തും ഹാദിഹിൽ മനാത്തിഖ്, ഇതൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ പോകണം അല്ലേ. അസിയാഹത്തു മത തുഅ്തിലന ഉലൂമൻ ജദീദ, പുതിയ അറിവുകളൊക്കെ നമുക്ക് ഇതിൽ കൂടെ കിട്ടും അല്ലേ. ഫഹാദ അൽ ബർലമാൻ അൽ ഹിന്ദ് അൽ ജദീദ്, ഇന്ത്യയുടെ പുതിയ എന്താണ് ബർലമാൻ, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് കെട്ടിടം. വഹാദ ഖൽഅത്ത് ബേക്കൽ കൊട്ടാരം അല്ലേ. ഫഹാദ ബി കേരള, കണ്ണൂരുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. സുമ ഹുനാക, അങ്ങനെ നമ്മുടെ അബ്ദുള്ള സാലിം കദ് ഷാഹദ മനാത്തികൻ കസീറ ഫി കശ്മീർ, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. വബഅദ ഖബ്ല മുഗാദറത്തി അബ്ദുള്ള സ്ഥലം വിടുന്നതിന് മുമ്പ് മിൻ മതാരി ശ്രീനഗറിൽ നിന്ന് വണ്ടി കയറുകയാണ്. അപ്പോൾ അന്നഹു ലഖിയ ആദിലിനെ വീണ്ടും കണ്ടു. ദാറ ബൈനഹു വ ബദൈന ആദിൽ ഹിവാർ, അങ്ങനെ ഹിവാറും ആദിലും അദ്ദേഹവും തമ്മിൽ ഒരു ഹുനാക ഹിവാറുൻ. മദാ ഖാല അബ്ദുള്ള സാലിം യാ ആദിൽ ഓമൈ ആദിൽ അൻത മുർഷിദുൻ മിസാലി, യു ആർ എ ഐഡിയൽ ഗൈഡ്, നീയൊരു എന്താണ് മാതൃക ഗൈഡാണ്. ലി അന്നക ബിക്കോസ് ജഅൽത ഹാദിഹി റഹ്ല, യു മേക്ക് ദിസ് ജേണി, നീ യാത്രയാക്കി അസിയാഹി, ഈ ടൂറിസ്റ്റ് യാത്ര
അക്സറ ജദ്ദാബ, വെരി എൻജോയബിൾ അല്ലെങ്കിൽ വളരെ മനോഹരമാക്കി. എന്തിലൂടെ? ബി ബയാനിക്ക, വിത്ത് യുവർ എക്സ്പ്ലനേഷൻ, അസിഹ്രി, മാജിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് നിന്റെ നല്ല മനോഹരമായ വിശദീകരണങ്ങൾ അല്ലേ, ഗൈഡ് അതല്ല ചെയ്യുക. ഫി ഐ ലുഗ ഫിൽ ലുഗൽ അറബിയ അൽ ഫുസ്ഹ, അറബി ഭാഷയിൽ, ഫ്ലുവൻ്റായ അറബി ഭാഷയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നില്ലേ, അതുകൊണ്ട് എനിക്ക് യാത്ര വളരെ രസകരമായിരുന്നു. ഫഅദിൽ കുന്തു അതമത്തു ഹാദിഹി റിഹ്ല മഅക്കും, ഐ ഓൾസോ എൻജോയ്, ഞാനും എൻജോയ് ചെയ്യുകയാണ് ഈ യാത്ര. മഅക്കും, വിത്ത് യു, താങ്കളിലൂടെ ഞാനും യാത്ര വളരെ എൻജോയ് ചെയ്തു. അബ്ദുള്ള സാലിം, കൈഫ തജിദു മസ്റൂഫ് അൽ ജൈഫ് ലി മുതാബഅത്തി ദിറാസതിക അൽ ഉലിയ ഫിൽ ജാമിയ. കൈഫ തജിദു മസ്റൂഫ് അൽ ജൈബ്, നീ എങ്ങനെയാണ് പോക്കറ്റ് മണി കണ്ടെത്തുന്നത്? മസ്റൂഫ് അൽ ജൈബ്, പോക്കറ്റ് മണി. ലി മുതാബഅ, ടു കണ്ടിന്യൂ, ദിറാസതക, യുവർ സ്റ്റഡി, അൽ ഉലിയ, ഹയർ സ്റ്റഡി, ഫിൽ ജാമിയ, ഇൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയിൽ നിൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ നീ എങ്ങനെയാണ് പോക്കറ്റ് മണി കാണുമെന്ന് ചോദിച്ചു. ഫഖാല ആദിൽ, മദാ ഖാല ആദിൽ, അതഖാല അറാത്തിബ് ഷഹരി, അതഖാല എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ കൈപ്പറ്റും, അറാത്തിബ് ഷഹരി മാസ വേതനം, മന്ത്ലി സാലറി, മിനൽ വക്കാല, ഫ്രം ഏജൻസി, ഏജൻറ്റിയിൽ നിന്ന് കിട്ടും. ക മുർഷിദിൻ സിയാഹിയിൻ, എന്തിലൂടെ? എന്തു വരണം? ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡ് ആയതുകൊണ്ട്, മുന്ത് സനത്തെ 2 വർഷമായിട്ട് ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആയതുകൊണ്ട് എനിക്ക് ഏജൻറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? അറാത്തിബ് ഷഹരി, മന്ത്ലി ഇത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അബ്ദുള്ള സാലിം, മദാക്കാല മുംതാസ്, എക്സലൻറ്റ്, വെരി ഗുഡ്. ലക ഫുറസുന അദീദ, ലക ഫുറസുന അദീദ, നിനക്ക് കിട്ടും. അപ്പോൾ നല്ല അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ മുർഷിദുൻ സിയാഹിയൊക്കെ ആക്കാം വിദേശികൾക്ക് വേണ്ടിയിട്ട് അല്ലേ. ലക ഫുറസുന അദീദ, യു ഹാവ് പ്ലെൻറ്റി ഓഫ് ചാൻസസ്. ഫി മജാലി തർജുമ, ഇൻ ട്രാൻസ്ലേഷൻ, മജാൽ എന്ന് പറഞ്ഞ മേഖല, ട്രാൻസ്ലേഷൻ മേഖലയിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. വഗൈരിഹ, അതുപോലെ അല്ലാത്ത മേഖലകളിലും. ഫിൽ ബുൽദാൻ അൽ അറബിയ, അറബിയ, ബുൽദാൻ ബലദുൻ ജമ്മു ബുൽദാൻ, അൽ അറബിയ, അറബി രാഷ്ട്രങ്ങളിൽ ഒരുപാട് ട്രാൻസ്ലേഷനും അതുപോലെയുള്ള മേഖലകളിൽ എനിക്ക് ചാൻസ് ഉണ്ട്. ദഅനി വഅയ്യനിക്, നിന്നെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യട്ടെ. ദഅനി, ലെറ്റ് മീ, വഅയ്യനിക്, നിന്നെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യട്ടെ. ഫി ശരിക്കത്തി, ഇൻ മൈ കമ്പനി, എൻ്റെ കമ്പനിയിൽ നിന്നെ ഞാൻ കൊണ്ടുവരട്ടെ. ബിൽ കുവൈത്ത്, കുവൈത്തിലുള്ള മുത്തർജിം, ട്രാൻസ്ലേറ്ററായിട്ട്. ലവ് തുരീത്, ഇഫ് യു വാണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഫഖാല ആദിൽ പറഞ്ഞു, മഷ്കൂർ യാ സയ്യിദി, താങ്ക് യു സാർ. അർജു അൻ ഉക്മില ദിറാസത്ത് അൽ മാജിസ്റ്റർ, ഐ വാണ്ട് ടു കംപ്ലീറ്റ് മൈ PG അല്ലേ, മാസ്റ്റർ സ്റ്റഡി പൂർത്തിയാക്കട്ടെ. ബിസനത്തിന്, 1 വർഷം കൊണ്ട് ഞാൻ പൂർത്തിയാക്കും. ഫഅൽതഹിക് ബിക്, ദെൻ ഐ വിൽ ജോയിൻ യു, ഞാൻ താങ്കളോടൊപ്പം ചേരാം ഇൻഷാ അല്ലാ. അബ്ദുള്ള സാലിം, ഫിക്ര ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. ഇത്തസിൽ ബി ബഅദ ഇക്മാലി ദൗറത്തിക്, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇത്തസിൽ ബി, യു ക്യാൻ കോണ്ടാക്ട് മീ ബഅദ ഇക്മാലി ദൗറത്തിക്, നിൻ്റെ എന്ത് കഴിഞ്ഞിട്ട്? കോഴ്സ്, ദൗറ എന്ന കോഴ്സ്. ഫഖാല ആദിൽ, ഇൻഷാ അല്ലാ സഅത്തസിൽ ബിക്, ഐ വിൽ കോണ്ടാക്ട് യു. യാ സയ്യിദി, സർ. ശുക്രൻ ജസീലൻ, താങ്ക് യു. അബ്ദുള്ള സാലിം, അഫ്വൻ ഇലൽ ലിഖാ, നോ മെൻഷൻ പ്ലീസ്, ഗുഡ് ബൈ, മഅസ്സലാം, ടേക്ക് കെയർ. ഇലൽ ലിഖാ, വീണ്ടും കാണാം, മഅസ്സലാം, ഗുഡ് ബൈ, കേട്ടോ, അങ്ങനെയും പറയാം. ഫഹാദ അൽ ഹിവാർ ബൈന മുർഷിദ്, ബൈന ആദിൽ വ അബ്ദുള്ള സാലിം. സുമ്മ نتخيل الحوار الهاتفي بين عادل وعبد الله سالم. وبعدما رجع عبد الله سالم إلى بيته ووصل في كويت أنه اتصل عادل بالهاتف, ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ എന്താ സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് എഴുതേണ്ടത്. അബ്ദുള്ള സാലിം, ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആദിൽ എന്ന് പറയും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ അല്ലേ. കൈഫ കാനത്ത് റിയാഹ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പോൾ ഇവിടെ ചോദിക്കും അല്ലേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയും. കൈഫ കാനത്ത് റിഹല, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പോൾ അബ്ദുള്ള സാലിം, തൊയ്യിബ് ജിദ്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മോഡൽ
ഇവിടെ നോക്കാം. ഇത് നോക്കൂ മക്കളെ, അല്ലേ? കൈഫ കാനത്ത് റിഹില യാ സയ്യിദി അബ്ദുള്ള സാലിം. കാനത്ത് റിഹില മുരീഹ, യാത്ര കംഫർട്ടായിരുന്നു. വൽഹംദുലില്ലാ ലഖദ് വസൽതു ഇലൽ ബൈത്തി ബിസ്സലാം. ഞാൻ സമാധാനത്തോടെ എത്തി, സേഫായി എത്തി. ഹംദൻ ലില്ലാ അലാ സലാമത്തിക്, പ്രൈസ് ടു ബി ഗോഡ്. കുന്നാ സുഅദാഅൻ ജിദ്ദൻ ബി സിയാറത്തിക ലി കശ്മീർ. താങ്കൾ കശ്മീർ സന്ദർശിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ശുക്രൻ ലക യാ ആദിൽ, അതിലെ സന്തോഷം. അന അൻതദിറു ഇത്തിസാലക് ബഅദ അൻ തുക്മില ദിറാസതക്. എന്താണ്, പഠനം കഴിഞ്ഞിട്ട് നീ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് സഅത്തസിൽ ബിക ഖരീബൻ, ഐ വിൽ കോൺടാക്ട് യു സൂൺ, മഅസ്സലാം, ഗുഡ് ബൈ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഹിവാർ നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ഫഹാദ, അങ്ങനെ വഹുനാക ബാദു അൽ അൻഷിത അൽ ഉഖ്റ നഖ്താർ മിനൽ ഹിർവാർ അൽ കലിമാത്ത് തഹ്സീബിയ. മാഹു അൽ കലിമാത്ത് തഹ്സീബിയ, നമ്മൾ സംസാരത്തിനിടെ യൂസ് ചെയ്യുന്ന കുറച്ചധികം വാചകങ്ങളെയാണ് പ്രത്യേകം അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ഇലൽ ലിഖാ, മഅസ്സലാമ, അങ്ങനെയുള്ള വാക്കുകളില്ലേ, അത് പാടത്തുന്ന ഹിവാർന്ന് എടുക്കാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഏതാണ്? മഅസ്സലാം, ഗുഡ് ബൈ. ഇലൽ ലിഖാ, സി യു സൂൺ, ഇത് എഴുതാം. അതുപോലെ ഇൻഷാ അല്ലാഹ്, അഫ്വൻ, ഇലൽ ലിഖാ. പിന്നെ ഫിക്ര റായ, അത് വേണമെങ്കിൽ പറയാം. പിന്നെ ഏതാ? മഷ്കൂർ, താങ്ക് യു. പിന്നെ ഏതാ? മുംതാസ്, എക്സലൻറ്റ്. പിന്നെ വേറെ ഏതാ? അത്രയൊക്കെ തന്നെ അല്ലേ? അത്രയും സാധനങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. അഫ്വൻ, മഷ്കൂർ, ഇലൽ ലിഖാ, മഅസ്സലാം, ഇങ്ങനെയുള്ള വാചകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ മക്കൾ ഇതിൽ തന്നെ മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം, ചാനലിലെ ക്ലാസ്സുകളെല്ലാം ഉണ്ട്, അതെല്ലാം മക്കൾ കാണുക. ഇതുപോലെ ഈ ഹത്തുറുക്കയൊക്കെ എഴുതുക കേട്ടോ. ഈ അതിൻ്റെ പാഠഭാഗത്തിലെ ചോദ്യങ്ങളുടെ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി 6ാമത്തെ യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മക്കളെ. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.